പത്തരമാറ്റിലാണെങ്കിൽ അനിയണെങ്കിൽ ഫോൺ ചെയ്ത് നന്ദുവിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എവിടെ വെച്ച് കാണണമെന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദുവാണെങ്കിൽ ഓടിത്തുള്ളി പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് ഒരുങ്ങുന്ന ആ സമയം തന്നെയാണ്, കൃത്യസമയം തന്നെയാണ് നമ്മുടെ കനകയും ഗോവിന്ദനും കടന്നു ചെല്ലുന്നത്. അവരുടെ മുൻപിൽ കൃത്യം പെടുന്നത് കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും അവർ ചിത്രീകരിക്കുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. കനകയാണെങ്കിൽ നന്ദുവിനായിട്ട് നല്ല രീതിയിൽ ആട്ടുന്നുണ്ട്. നീ എന്തിനാടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്താടി കാര്യം, നീ എന്തിനാ എല്ലാവരെയും വിഷമിക്കുന്നത്, എന്തിനാ എല്ലാവരെയും സങ്കടപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിച്ച് വളരെയധികം കുറ്റപ്പെടുത്തുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഒരു കുടുംബം ഇപ്പോൾ സന്തോഷത്തിലായിരുന്നു, അതാ വീണ്ടും സങ്കടത്തിലായി എന്ന് പറയുന്നതും കാണാനായിട്ട് കഴിയും, സാധിക്കും. ഇതേ സമയമാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നന്ദു നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ നാഗേന്ദ്രൻ്റെ കഴിഞ്ഞ കാലഘട്ടം നാളെ തൊട്ട് തുടങ്ങാനായിട്ട് പോവുകയാണ്. നാഗേന്ദ്രൻ ചെയ്ത തെറ്റുകൾ, നമ്മുടെ ജലജ ചെയ്ത തെറ്റുകൾ എല്ലാം പുറത്തേക്ക് വരാൻ പോവുകയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ.